ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നിതീഷ് കുമാർ. 2 ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ 24 പേരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പട്നയിലെ ഗാന്ധി മൈതാനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. मैं नीतीश कुमार सत्य निष्ठा से प्रतिज्ञा करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവ്, ഏറ്റവും കൂടുതൽ കാലം ബീഹാർ ഭരിച്ച മുഖ്യമന്ത്രി, ഈ വിശേഷണങ്ങൾ ഇനി നിതീഷ് കുമാറിന്റെ സ്വന്തം. പട്ന ഗാന്ധി മൈതാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നാലെ സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. ജെഡിയുവിൽ നിന്ന് 8 പേരും LJPയിൽ നിന്ന് 2 പേരും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയിൽ നിന്നും RLMൽ നിന്നും ഓരോ അംഗങ്ങളും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. BJPയുടെ പ്രേംകുമാർ സ്പീക്കറായേക്കും. അതേസമയം വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.